ഓർഡർ. സഭ അംഗീകരിച്ച അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ പ്രമേയത്തിൻ്റെ തുടർ ചർച്ചയും മറ്റ് 3 അംഗങ്ങൾ നൽകിയ പ്രമേയങ്ങളുടെ അവതരണവും ചർച്ചയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ പ്രമേയം 3/3/2023 സഭയിൽ അവതരിപ്പിക്കുകയും പ്രമേയ അവതാരകനും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മറ്റംഗങ്ങളും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി മാത്രമാണ് പ്രസ്തുത പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇനി അവശേഷിക്കുന്നത്. എന്നിരുന്നാലും മന്ത്രിയുടെ മറുപടിക്ക് മുൻപായി പ്രമേയ അവതാരകനായ ശ്രീ എൻ ഷംസുദ്ദീന് പ്രമേയ വിഷയം സംബന്ധിച്ച് ഒരു ലഘു പ്രസ്താവന നടത്താവുന്നതും ചർച്ചയ്ക്ക് പേര് നൽകിയ അംഗങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതുമാണ്. ഇപ്രകാരം അധികമായി ലഭിക്കുന്ന സമയം മറ്റ് പ്രമേയങ്ങളുടെ ചർച്ചയ്ക്കായി വിനിയോഗിക്കാവുന്നതാണ്. സഭയുടെ അനുമതിയോടുകൂടി അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ടിലെ സമയക്രമം ഇപ്രകാരം ഭേദഗതി ചെയ്തതായി അറിയിക്കുന്നു. ഓർഡർ ശ്രീ എൻ ഷംസുദ്ദീൻ. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത് 1 വർഷവും 3 മാസവും മുമ്പ് ഈ സഭയിൽ ഞാൻ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. സർ, സച്ചാർ സമിതി ശുപാർശകളുടെ വെളിച്ചത്തിൽ നമ്മുടെ രാജ്യത്തുടനീളം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിൽ മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഗവേഷക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, സിഖ്, ജൈന, ബുദ്ധ വിഭാഗങ്ങളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കാണ് ആ സ്കോളർഷിപ്പ് അനുവദിച്ചിരുന്നത്. അത് 9, 10 ക്ലാസ്സുകളിൽ മാത്രമാക്കി ചുരുക്കി 8 ക്ലാസ് താഴോട്ടുള്ള എല്ലാവരെയും അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. സർ, ഈ പ്രമേയത്തിലൂടെ അത് പുനരാരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. സർ, ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് പ്രമേയം കൊണ്ടുവന്നത് 2022 ഇത് നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ്. 23 പ്രമേയം കൊണ്ടുവന്നത്, നിർത്തലാക്കി അതിൻ്റെ വിതരണം നിലച്ചപ്പോൾ. ഇന്നും അത് ആ അവസ്ഥ നിലനിൽക്കുകയാണ്. അവരത് പുനരാരംഭിച്ചിട്ടില്ല. സർ, അപ്പോൾ അത് പുനരാരംഭിക്കണമെന്ന ഈ പ്രമേയം ഇവിടെ അതിൽ നമുക്ക് 2 കൂട്ടർക്കും അതിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സച്ചാർ സമിതി ശുപാർശയുടെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സച്ചാർ സമിതി ഈ കണ്ടെത്തൽ നടത്തിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വർഗീയ വിഷം ചീറ്റുന്ന പരാമർശത്തിൽ ഒരു ഘടകം ഈ സച്ചാർ സമിതി ശുപാർശയുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതായിരുന്നു. കാരണം അന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ പങ്കുവച്ചതിൽ ഏറിയ പങ്കും കിട്ടാതെ പോയത്, ഏറ്റവും കുറഞ്ഞ ശതമാനം കിട്ടിയത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്. അതുകൊണ്ട് ഇനി ഈ രാജ്യത്തിൻ്റെ പൊതുവിഭവത്തിൽ വലിയ പങ്കിന് അർഹതയുള്ളവരാണ് അവർ എന്ന ഒരു പരാമർശം ഈ സച്ചാർ കമ്മിറ്റി ശുപാർശകളുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് നടത്തിയതിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ പിന്തിരിപ്പൻ വർഗീയ പരാമർശമായി രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കെട്ടുതാലി വിറ്റ് കെട്ടുതാലി എടുത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന പ്രസ്താവന പോലും നടത്തിയത് ഈ ഒരു സംഗതിയുടെ പശ്ചാത്തലത്തിലാണ്. സർ, അപ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ശക്തമായ സമ്മർദ്ദങ്ങളില്ലാതെ നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവസാനത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് 3000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിമാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് സർ, ഈ 2 സ്കോളർഷിപ്പുകളും പുനരാരംഭിക്കണം. മൗലാന ആസാദ് സ്കോളർഷിപ്പ്, അതുപോലെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, മറ്റ് സച്ചാർ സമിതിയുടെ വെളിച്ചത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന സ്കോളർഷിപ്പുകൾ പുനരാരംഭിക്കണമെന്ന് സർ നമ്മൾ ഈ പ്രമേയത്തിലൂടെ ശക്തമായി ആവശ്യപ്പെടണം. ആ കാര്യത്തിലൊരു വിയോജിപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് സർ എനിക്ക് പറയാനുള്ളത്. രാജ്യത്തിൻ്റെ ഭരണഘടന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് സർ. ഒരു രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ ക്ഷേമം ആ രാജ്യത്തെ മറ്റെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാവരും സന്തോഷിക്കുമ്പോഴാണ്, എല്ലാ വിഭാഗത്തിനും പുരോഗതി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രത്തിന് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുക എന്നുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിന്തകൾ സർ ഞാനിവിടെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്.
ഈ കാര്യങ്ങൾ പറയുമ്പോൾ സാർ ഇവിടെ കുറ്റപ്പെടുത്തലല്ല, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നമ്മളെ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങളും കുറേ പോരായ്മയുണ്ട് സാർ. ഇവിടെ സ്കോളർഷിപ്പും മറ്റ് സഹായങ്ങളൊക്കെ വിതരണം ചെയ്യാൻ സെക്രട്ടേറിയറ്റിൽ ഒരു സെക്ഷൻ മാത്രമാണുള്ളത്. ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 6 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്, സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, ഈ നിയമസഭയിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. 6 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ളത്. ഇതിൻ്റെ ഡയറക്ടറേറ്റിലുള്ളത് ആകെ 30 ജീവനക്കാർ മാത്രമാണ് സാർ. ഓൾ കേരള ഇവരാണ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ജില്ലാ ഓഫീസ് എന്ന് പറയുന്നത് കളക്ടറേറ്റിലെ ഒരു LD ക്ലർക്ക് മാത്രമാണ്. മലപ്പുറം അടക്കം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മലബാറിലെ മറ്റ് ജില്ലകളിലടക്കം ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഉള്ളത് കേവലം കളക്ടറേറ്റിൽ ഒരു LD ക്ലർക്കാണ്. അതിൽ തെക്കൻ ജില്ലകളിലും ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹവും ഈ മൈനോറിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പദ്ധതികൾ, കേരളത്തിലെ നമ്മുടെ പദ്ധതികൾ ആ രൂപത്തിലാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ ജില്ലാ കളക്ടറേറ്റിലുള്ളത് കേവലം ഒരു LD ക്ലർക്ക് മാത്രമാണ്. അപ്പോൾ ഇത്രയും വലിയ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സംവിധാനം, ഓഫീസ് സംവിധാനം ഉണ്ടാവണം സാർ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നടന്നു വന്ന മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ, ഇന്നത്തെ അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നമ്മുടെ പൊന്നാനിയിൽ ഉൾപ്പെടെയുള്ള സിവിൽ സർവീസിങ്ങിനൊക്കെ കോച്ചിങ് കൊടുക്കുമെന്ന സങ്കല്പത്തോടു കൂടിയാണ് ഈ മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ വന്നത്. അതിപ്പോൾ ഇല്ല. ഇന്ന് മറ്റു തലത്തിലുള്ള കോച്ചിങ് സെൻ്ററുകളൊക്കെ സജീവമായപ്പോൾ ഇത് കേവലം നാമമാത്രമായിട്ട് പോയി. അതുകൊണ്ട് അത് കാര്യക്ഷമമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ ഈ സ്കോളർഷിപ്പുകൾ ഇല്ലാതെയായപ്പോൾ 24-25 ബഡ്ജറ്റിൽ 20 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ഒരു മറുപടിയിൽ, ഒരു ഇന്നലത്തെ ഇവിടെ വന്ന ചോദ്യത്തിന് ഗവൺമെൻറ് മറുപടി പറഞ്ഞത്. സാർ, ആ 20 കോടി രൂപ എന്നുള്ളത് വളരെ അപര്യാപ്തമാണ്. അത് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത് അതിൻ്റെ എത്രയോ ഇരട്ടി കോടികളാണ്. അപ്പോൾ അതിന് പകരമാക്കി ഇത് വെക്കാതെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. മുമ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഭവന പദ്ധതികളുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും ആ ഇനത്തിൽ വീടുകൾ കിട്ടിയിരുന്നു. ഇപ്പം എല്ലാം കൂടി നമ്മൾ ലൈഫിൽ പൂൾ ചെയ്തപ്പോൾ ആ ഭവന പദ്ധതി ഇല്ലാതെയായി. കുടിവെള്ള പദ്ധതികളുണ്ടായിരുന്നു. മൈനോറിറ്റികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ള പദ്ധതികൾ കൊടുത്തിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ 11-16 കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മിക്കുകയാണ്. അതൊക്കെ പുനരാവിഷ്കരിക്കാൻ, വീണ്ടും പുനരാരംഭിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പറഞ്ഞ സമയപരിമിതി ഞാൻ മനസ്സിലാക്കുന്നു സാർ. അപ്പോൾ ഈ പ്രമേയം അംഗീകരിച്ച്, ഇത് 1 വർഷം മുമ്പ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, 1 കൊല്ലം മുമ്പ് അവതരിപ്പിച്ചു, തുടർ ചർച്ചയ്ക്ക് മാറ്റിവെച്ചു, പിന്നെ വെള്ളിയാഴ്ച നറുക്കിട്ടിട്ട് വേണം ഇത് വരാൻ. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ രൂപത്തിലുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് രാജ്യത്ത് മാറി വന്നതെങ്കിലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. 400 സീറ്റുമായി വന്ന് ഭരണഘടന മാറ്റാൻ പോയവർക്ക് അതിന് പറ്റാത്ത വിധം കേവല ഭൂരിപക്ഷത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. തോന്നിയ പോലെ ഭരിക്കാൻ വിടില്ല എന്ന് ഇന്ത്യൻ ജനത അതിശക്തമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സ്വന്തം നിലക്ക് ഭൂരിപക്ഷമില്ലാത്ത മോഡി സർക്കാർ മറ്റുള്ള ചില കക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷമില്ല. ഭരണഘടനയെ അവജ്ഞയോടുകൂടി കണ്ടിരുന്ന അവർക്ക് അതിശക്തമായ ഒരു തിരുത്താണ് ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ മെക്കാനിസത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഭരണഘടനയെ വണങ്ങേണ്ടി വന്നു, പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് പോലും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിലെ വിശാലമായ താല്പര്യമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ കാണാവുന്നതാണ്. രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കുക എന്നുള്ളത്. അവിടെ എപ്പോഴും കണ്ടില്ലേ, പിടിച്ചു തൂങ്ങുന്ന ആ ജനാധിപത്യത്തെ അങ്ങ് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഈ ഫാസിസ്റ്റുകൾ ഉള്ളത് എന്നുകൂടി നമ്മൾ കാണുന്നു. അപ്പോൾ എന്തിരുന്നാലും ഇവിടെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പഴയ സച്ചാർ സമിതി ശുപാർശകളുടെ വെളിച്ചത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ അവതരിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് കുറേ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. മൈനോറിറ്റി കേന്ദ്രങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഈ പദ്ധതികൾ മൂലം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ അത് തടസ്സപ്പെട്ടപ്പോൾ അതിനൊക്കെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അത് പുനരാരംഭിക്കണമെന്ന ആവശ്യം വളരെ ന്യായമാണ്.
നമ്മുടെ സർക്കാർ ഇവിടെ നമുക്ക് ഐക്യകണ്ഠേന ഇവിടെ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. കേരള സർക്കാരുകളോട് ആവശ്യപ്പെടുന്നതെന്നുള്ളത് മാറ്റണം. കേന്ദ്രം മാത്രം പോരെ എന്ന് അവിടുന്ന് ശ്രീ നന്ദകുമാർ അവരുടെ ഒരു ഭേദഗതി ഉണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇതിന്റെ ഒരു താല്പര്യം ഇത്രയേ ഉള്ളൂ. കേന്ദ്രത്തോട് അവർ നിർത്തിവെച്ച ആ ആനുകൂല്യങ്ങൾ, അതുവഴി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ വരേണ്ടത്, അത് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം പാസ്സാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ഇത് ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത, പൊളിറ്റിക്കലായിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു പ്രമേയമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിങ്ങൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തിൽ എൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.